ഫസ്റ്റ് ഫ്രഷ് ഷോ തലവാ. My heart can take the whispers. Stuck, I said goodbye to you. ഞാൻ പഠിക്കാൻ വിട്ടപ്പോഴേ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ നഴ്സിംഗാണ് പഠിച്ചത്. ക്ലൈമാക്സ് സീക്വൻസ് അത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് കണ്ടിട്ടില്ല. ഞാൻ തിയേറ്ററിലാണ് കാണുന്നത്. തിയേറ്ററിൽ എനിക്ക് കണ്ണ് മറിഞ്ഞ ഒരു സീക്വൻസ് ആണ്. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴേലും തോന്നിയിട്ടില്ല? പോലീസുകാരന്റെ ഭയങ്കര വില്ലനസ് പോലീസും ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ഒരുപാട് പേഷ്യൻസിനെ ബാധിക്കുന്ന ഒരു മാറ്ററാണ്. എനിക്കറിയാം സാർ, ഇത് കണ്ടെത്തേണ്ടത് എൻ്റെ കൂടെയാണ്. challenges പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, പറയാൻ പാടില്ല, പറയുന്നില്ല. ആ ചലഞ്ചസ് ഒക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. വേറെ ഒന്നുമില്ല, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ എല്ലാം സ്വന്തം ചെയ്യുന്നത്. നമുക്കൊരു ഗുരുവോ മെന്ററോ അങ്ങനെ ആരുമില്ല, കോൺടാക്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് ദ മിനിമം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ഇത്രയും വളർത്തിയ ഇൻഡസ്ട്രിയിൽ ആ ഭാഷയെങ്കിലും മര്യാദയ്ക്ക് പറയണം എന്നുള്ളൊരു കാര്യം. സ്വന്തം ഡബിങ് ചെയ്യാൻ ഭാഷയാണ് എൻ്റെ പ്ലാൻ. സാറ് സ്ക്രീൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കും. സാറ് ജോലികളാണ്. ഫസ്റ്റ് ഫ്രഷ് ഷോ തലവാ. ഫിക്സ് ചെയ്ത് തന്നെ വിഷ്ണു സാറിന് അവിടെ ഫോട്ടോ കാണിച്ചത്. ഫോട്ടോ കാണിച്ചു ഇതെങ്കിലും ശരിയാവുന്നില്ല, ഭയങ്കര ഭംഗിയാണ് കാണാൻ. എൻ്റെ ജീവിതത്തിൽ പകുതി ജീവിതം ഹോസ്പിറ്റലിലാണ്. Those coming in your theaters very soon. Get your dose. മനുഷ്യൻ ജീവൻ തേടി വരുന്ന ഇടം, അവിടെ മരണം വിധിക്കുന്നവൻ ആരായാലും ഇരുട്ടിൽ മറിഞ്ഞിരിക്കാൻ പാടില്ല. കണ്ടെത്തണം. Darkness has ruled long enough. Now it's time for justice. സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് ഡോസ്. ഡോസ് എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സിജു വിൽസൺ, അശ്വിൻ കുമാർ, കൃഷ കുറുപ്പ്, ദൃശ്യ രഘുനാഥ്. നമസ്കാരം. നമസ്കാരം. അത് തന്നെ, എന്താണ് ഈ ഡോസ്? പല വിധത്തിൽ നമുക്ക് ഡോസ് ഓരോന്നൊക്കെ കൊടുക്കാറുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്, ഇതൊരു മെഡിക്കൽ ത്രില്ലർ ആണെന്നാണ് ഞാൻ കേട്ടത്. എന്താണ് ശരിക്കും? ഹോസ്പിറ്റൽ ബാക്ക് ഡ്രോപ്പിൽ നടക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോസ് എന്നുള്ള പേര്. നമ്മളിപ്പോൾ എല്ലാത്തിനും ഒരു അളവ് എന്നുള്ളത് പറയില്ല, അപ്പം അത് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ഡോസ് എന്നുള്ള ഇത് വരുന്നത്. പിന്നെ ഒരു എല്ലാത്തിനും ഒരു അളവുണ്ടല്ലോ. ഇപ്പോൾ മരുന്നുകൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗുളിക വീതം 3 നേരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അത് 2 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ, അളവ് മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസ് സംഭവം. ഓവർഡോസ് പരിപാടികളൊക്കെ ആവുന്നതും ആ എന്താ പറയുക, ആ ഹോസ്പിറ്റൽ ബാക്ക് ഡ്രോപ്പിൽ കുറച്ച് മരണങ്ങൾ സംഭവിക്കുന്നതും അത് അതിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നതാണ് സിനിമ. ബേസിക്കലി ത്രില്ലറാണ് സിനിമ. അപ്പോൾ ഈ ത്രില്ലറിൽ വരുമ്പോൾ ഹൂ ആൻഡ് വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് മെയിനായിട്ട് വരിക. അപ്പോൾ അതിലേക്ക് സിനിമ ടുവേർഡ്സ് എൻ്റെ ആയിരിക്കില്ല ആ സിനിമ ആരാണെന്നും എന്താണെന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുവരെ ത്രില്ലടിപ്പിച്ച ഓഡിയൻസിനെ കൊണ്ടുപോകുന്നുള്ളതാണ്. ഡോക്ടറിൻ്റെ ക്യാരക്ടറാണ്, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ്. ഡോക്ടർ പ്രകാശ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. പൾമണോളജിസ്റ്റാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ വെറുതെ ആണെങ്കിലും പഠിച്ചെടുത്തോ? ഞാൻ പഠിക്കാൻ വിട്ടപ്പോഴേ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ നഴ്സിംഗാണ് പഠിച്ചത്. ഉപകാരപ്പെട്ടോ? കുറച്ച് കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടു. കാരണം നമ്മളിപ്പോൾ സ്റ്റെത്ത് യൂസ് ചെയ്യുന്നതും സ്റ്റെതസ്കോപ്പും ഇതൊക്കെ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ പൾസ് നോക്കുന്നതും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതുണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ബേസിക്കലി നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഏത് മരുന്നാണ് കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് അറിയണമല്ലോ. അതൊന്നും എനിക്ക് അറിയില്ലായിരിക്കും, ഞാൻ ഡോക്ടറല്ലോ. നഴ്സിംഗ് പഠിച്ചതുകൊണ്ടും അറിയണമെന്നില്ല. നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഞാൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ടിംഗ് എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ സിനിമ എന്നുള്ളൊരു പാഷൻ ഞാൻ ഡിസ്കവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ MSc സൈക്കാട്രിക്ക് ഒരു 2 ഇയേഴ്സിൻ്റെ കോഴ്സ് ചെയ്യാനായിട്ട് പോയി. ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ അത് ജസ്റ്റ് ഓഡീഷൻസും സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത്. 1 ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ചെയ്തു. എന്നിട്ടാണോ പഠിപ്പിച്ചിട്ടല്ലെന്ന്? നല്ല പഠിക്കാൻ നല്ല കഴിവ് വേണ്ടല്ലേ മെഡിക്കൽ ഫീൽഡിലേക്കൊക്കെ എത്താൻ? അങ്ങനെ കഴിവൊന്നും വേണമെന്നൊന്നുമില്ല. എനിക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ. ഞാൻ ഒരിക്കലും ഒന്നും പഠിച്ചിട്ടില്ല, എപ്പോഴും അറിയില്ല. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് പരിപാടികളും കാര്യങ്ങളൊക്കെ അറിയാം. അല്ലെങ്കിൽ ആൾക്കാർ ടേക്ക് കെയർ ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ബേസിക് സംഭവങ്ങൾ. ഒരു ഡോക്ടറിൻ്റെ ഇതിലാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ്.
ആ ഒരു കരുതലും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും അതെ. ഉണ്ടാവുക. അപ്പം അത്രയും ഇതുണ്ടായിരുന്നുള്ളൂ സിനിമയ്ക്ക് വേണ്ടി. അശ്വിൻ ചേട്ടൻ എങ്ങനെയാണ് കഥാപാത്രമൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഒരുപാട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കണ്ടു. ഇതെങ്ങനെയാണ്? ഞങ്ങളിപ്പോ സംസാരിക്കുന്നു, വീട്ടിലൊരു യൂണിഫോം അടിച്ചിട്ടുണ്ട്, എപ്പ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചെറിയ പോയിട്ട് ബാച്ച് മാത്രം മാറ്റിയത്. അതെ, പക്ഷെ എന്നാലും ഒരുപാട് പോലീസ് ക്യാരക്ടേഴ്സ്. അതെ അതെ. പോലീസ് അല്ലെ, അതായത് വീണ്ടും ഒരു പോലീസ് ക്യാരക്ടർ എന്ന് പറയുന്നേക്കാളും എനിക്ക് തോന്നുന്നു ഓരോരോ പോലീസ് വേറെ. ഇറ്റ്സ് ജസ്റ്റ് എ പ്രൊഫഷൻ. അതെ, വീണ്ടും പോലീസ് എന്ന് വെച്ചാൽ ഒരുപാട് പോലീസുകളുണ്ട്. ഓക്കെ, ഒരുപാട് ഷെയ്ഡ്സ് കാണിക്കാൻ പറ്റുന്ന കഥകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കോപ്പ് സ്റ്റോറീസ്, ഒരു കോപ്പിൻ്റെ ലൈഫിൽ ഉള്ള സ്റ്റോറീസൊക്കെ ഒരു സാധാരണ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കേൾക്കുന്ന കഥകളല്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഓക്കെ ആ ക്യാരക്ടർ നമുക്ക് എന്താണ്, ഏത് റൂട്ടിലാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്, ഈ കോപ്പിൻ്റെ ലൈഫ് എന്തായിരിക്കും കേസ്. ആസ് എൻ ആക്ടർ ഐ എം ക്യൂരിയസ് ടു നോ അബൌട്ട് ദാറ്റ് ആൻഡ് ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ബിക്കോസ് വണ്ടർഫുൾ പ്ലോട്ട്, സ്റ്റോറി, സ്ക്രീൻ പ്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തായാലും സ്കോപ്പ് അത്യാവശ്യമുണ്ട് എനിക്ക്. ആ ഒരു രീതിയിലാണ് ഞാനത് എടുത്തത്. കാരണം എന്തായാലും നമ്മൾ ഈ കഥ നമ്മൾ ഏത് വേഷം ചെയ്താലും കഥ ഉൾക്കൊള്ളണം. അപ്പോൾ അത് നമ്മൾ ഒരു കഥ കേട്ടത് വരെ നമുക്ക് അത്രയും ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്കതിൽ ഏത് വേഷം വേണമെങ്കിൽ നമുക്കത് അടുത്തത് ആലോചിക്കാം. കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഇതിൽ വേഷത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. എന്നാലും ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന എപ്പോഴേലും തോന്നിയിട്ടില്ല? ഇല്ല, പോലീസുകാരന്റെ ഭയങ്കര വില്ലനസ് പോലീസും ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് ആൻഡ് ഭയങ്കര ഷാർപ്പായിട്ട്. ഇപ്പോൾ ഇതിൽ ഒരു പോസിറ്റീവ് ഷാർപ്പായിട്ടുള്ള ഒരു പോലീസാണ്. അപ്പോൾ അതിൽ എന്തായാലും അറ്റ്ലീസ്റ്റ് ഞാനൊരു വില്ലനായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറയുന്ന ടൈപ്പ് കാസ്റ്റ്. അല്ലെങ്കിൽ ഇയാളുടെ മുഖത്ത് ഇനി ചിരി കാണാൻ പറ്റേയില്ല എന്നൊക്കെ പറയുന്നൊരു സോണിലേക്ക് ആ ഭാവത്തിൽ നിന്നും മാറി കുറച്ച് നമ്മൾ അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. കൃഷ എന്താണ് ക്യാരക്ടറൊക്കെ ആരുടെയും പേരായിട്ടാണോ? ഞാൻ ആക്ച്വലി സിജു ചേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ്. എൻ്റെ ക്യാരക്ടറുടെ പേര് രാഗിത്തയാണ്. സോ അതൊരു രാഗിത, ആ ഒരു ഡിഫറെന്റ് നെയിമാണ്. ഡോക്ടർ പ്രകാശ്, രാഗിത പ്രകാശ്. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സെയിം ഹിയർ, ലൈക്ക്വൈസ്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ഇമോഷണലി കുറേ വേരിയേഷൻസ് ഉണ്ട് ആ ക്യാരക്ടറിന്. ഒരു ഞാൻ ഇപ്പം വരെ പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. ഇതിലൊരു കുറേ ചാലഞ്ചസും ഉണ്ടായിരുന്നു. അത് സിനിമ കാണുമ്പോഴായിരിക്കും പറയുന്നത്. ഡയറക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറയാൻ പാടില്ല, അപ്പം പറയുന്നില്ല. അപ്പോൾ സ്ക്രീനിൽ കാണാം. പക്ഷെ അതൊക്കെ ഒരു ഫോർ മീ സിനിമ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കഥാപാത്രവും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാനും ഇറ്റ് വാസ് വെരി ലവ്ലി. ലൈക്ക് ആക്ടേഴ്സിന് പുതിയ സംഗതി കിട്ടുമ്പോൾ ഒരു ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ്, നമ്മുടെ അഡ്രിനൽ ഹൈ ആവുന്ന ഒരു സംഭവമാണ്. സോ സംതിങ് ലൈക്ക് ദാറ്റ് ഇറ്റ് വാസ്. സോ അതിൻ്റെ രാഗിത പ്ലേ ചെയ്യാൻ കിട്ടിയെന്ന് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് എ ലക്ക് ആക്ച്വലി. B32 മുതൽ 44 വരെ അതൊക്കെ ഒരു ബോൾഡ് ആയിട്ടുള്ള നല്ല ക്യാരക്ടർ ആയിരുന്നു. അപ്പോൾ എന്നും എനിക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടർ തന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണമെന്ന് എപ്പോഴും തിങ്ക് ചെയ്യാറുണ്ടോ? അങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത്? എൻ്റെ ആസ് ഓഫ് ആക്ടർ എന്ന് വെച്ചിട്ട് ഒരു സ്ത്രീക്ക് ഈ സൊസൈറ്റിയിൽ കുറേ റോൾസ് ഉണ്ട് പ്ലേ ചെയ്യാൻ, കുറേ ഇമോഷൻസ് ഉണ്ട്. ഒരു ജനറലി എ ഫീമെയിൽ ക്യാരക്ടർ ഇസ് യൂസ്ഡ് ആസ് എൻ ഇമോഷണൽ ആങ്കർ ഇൻ എ മൂവി. ആൻഡ് അത്രത്തോളം ഇമോഷൻസ് ഉണ്ട് ഒരു ലേഡി ഹാസ്. സൊസൈറ്റിയിൽ നമ്മൾ കണ്ടാൽ തന്നെ എത്രത്തോളം ക്യാരക്ടേഴ്സ് വി മീറ്റ്. സോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ കിട്ടാൻ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഷെയ്ഡ്സ് ഉള്ളത്, ബോൾഡ് ആവട്ടെ, ലെറ്റ് ഹെർ ബി ഗേൾ നെക്സ്റ്റ് ഡോർ ആവട്ടെ, അല്ല പ്രഗ്നൻ്റ് ആവട്ടെ, വൈഫ് ആവട്ടെ, പ്രൊഫഷൻ, അത്ലീറ്റ്. ലൈക്ക് ക്ലാപ്പിൽ ഞാനൊരു 400 മീറ്റർ അത്ലീറ്റിൻ്റെ ക്യാരക്ടറായിരുന്നു പ്ലേ ചെയ്തിരുന്നത്. സോ അത്രയും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. അവരുടെ ഒരു അംശം അറ്റ്ലീസ്റ്റ് നമുക്ക് കാണിക്കാൻ കിട്ടുവാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഡീൽ. സോ മൈ ആക്ച്വൽ വാണ്ട് എല്ലാ പടത്തിലും how much emotions can I emote with that character, how much ഒരാളുടെ ജേർണിയിൽ
ഒരു സ്ത്രീയുടെ ജേർണിയിൽ എത്രത്തോളം ഇമോഷൻസ് എന്നെ കൊണ്ട് ആ ക്യാരക്ടർ വെച്ച് കവർ ചെയ്യാൻ പറ്റും. സോ ദ എഫേർട്ട് ഇസ് ദാറ്റ്. ഇപ്പം വരെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ലൈക്ക് ഐ ഹവ് ഗോട്ട് ക്യാരക്ടേഴ്സ് ഓഫ് ദാറ്റ് കൈൻഡ്. ഐ ഹോപ്പ് ഇറ്റ് കണ്ടിന്യൂസ്. ദൃശ്യ വോട്ടൊക്കെ ചെയ്തു അല്ലേ? രണ്ടാളും ചെയ്തു അല്ലേ? ഏത് തിരക്കായാലും വോട്ട് ചെയ്യോ? ഭരണമാറ്റമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്ക് ഡോസിനെ കുറിച്ച് സംസാരിക്കാം. അല്ല അപ്പം നാട്ടുകാർ നല്ല ഡോസ് തരുന്നു. ഇതിനഭിപ്രായം പറഞ്ഞു. നല്ല നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ചയാണല്ലോ ഓരോ എന്താ പറയാ നടന്മാരൊക്കെ ആണെങ്കിലും നിങ്ങൾ സിനിമകളിലൂടെ ഒരുപാട് ക്യാരക്ടേഴ്സ് അങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതാണല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. പൊളിറ്റിക്കൽ കാര്യത്തിനെ കുറിച്ച് ഈ ഒരു വേദി ഞാൻ അതിനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഡോസ് എങ്ങനെയാണ് അപ്പം? പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഒന്നും ഒരിക്കലും ചെയ്യില്ല എന്നുണ്ടോ? അങ്ങനെയല്ല, പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് വരുമ്പോ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പോ എങ്ങനെയാണ് ഡോസ്, എങ്ങനെയാണ് എന്താണ് കഥാപാത്രം? എന്റെ ക്യാരക്ടറുടെ പേര് അരുന്ധതി എന്നാണ്. ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആയിട്ടാണ്. ഇതിലൊരു ഒരു ഷാബി മറ്റേ ഒരു മുരടി ഡോക്ടർ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത്. ഇപ്പം ഇതുവരെ ഞാൻ ചെയ്ത സിനിമയിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് എൻജോയ് ചെയ്തൊരു മൂവിയാണത്. രണ്ടുപേരും പെയറായിട്ട് വരുന്ന സെക്കൻഡ് മൂവിയാ അല്ലേ? അതെ. അപ്പം ഇതിലെന്താണ് പെയറാവാതിരുന്നത്? ഞങ്ങള് അത് ബ്രേക്ക് ചെയ്യാൻ പേരായിരുന്നു, എന്നിട്ട് ബ്രേക്കപ്പ് ആയി. അതെ, എക്സ് ഗേൾ ഫ്രണ്ട് ആണ് ഞാൻ. ആണോ? കുറച്ച് ട്രോമയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. അപ്പൊ എന്നാലും കൈവിട്ടില്ലേ ദൃശ്യല്ലേ ഈ സിനിമയിലും? കൈവിട്ടു, കൈ പിടിച്ചു, അത് കഴിഞ്ഞ കൈവിട്ടു. കുറച്ച് ഭാര്യ കഥാപാത്രം ഇവിടെ ഉണ്ട്. ശരിക്കും എന്താണ് ഡോസ് എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഒരു ഘടകം എന്താണ്? നമ്മൾ ഒരുപാട് ത്രില്ലർ സിനിമകളും മെഡിക്കൽ ത്രില്ലർ സിനിമകൾ നമ്മൾ ഒരുപാട് ലോക സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ റിയൽ ഇൻസിഡന്റ് ആണ് അധികം ഇതിൽ വന്നിട്ടുള്ളതെന്ന് കേട്ടു. അപ്പോൾ മെഡിക്കൽ രംഗത്തുള്ളവർക്ക് തല പുകയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇതിൽ? ഡയറക്ടർ എന്താ പറഞ്ഞേ? അങ്ങനെ ഭീകരമായിട്ട് തലപോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ജോസഫ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരുപാട് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് പേര് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ നിന്നായിരുന്നല്ലോ, ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് അവർക്ക് നമ്മളൊരു ഒരു എന്താ പറയാ ഒരു കൂട്ടം ആൾക്കാരെ ഒരുപാട് ഡോക്യുമെന്ററീസും ഒരുപാട് സംഭവങ്ങളും അല്ല അങ്ങനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ഇൻസിഡൻസ് സംഭവിച്ചേക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരിക്കലും റിയലിസ്റ്റിക് പരിപാടിയിലല്ലാതെ അതിനൊരു സിനിമാറ്റിക് അപ്രോച്ചിൽ എങ്ങനെ ഒരു ത്രില്ലറിന്റെ സ്പേസിൽ പറയാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് ചില ട്രൂ ഇവന്റ്സ്, ചില ട്രൂ ഷോക്കിംഗ് ഇവന്റ്സ് ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഈ കഥ മൊത്തത്തിൽ ഫിക്ഷണലാണ്, പക്ഷെ അതിൽ വരെ സംഭവങ്ങൾ ന്യൂസിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ ഷോക്കിംഗ് ട്രൂ ഇവന്റ്സ്. അപ്പൊ ഇത് ഇവന്റ്സ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്, പക്ഷെ ഈ കഥ നടക്കാൻ സാധ്യതയുണ്ടോന്നല്ല, ഇത് ഫിക്ഷണലാണ്. ഒരു ഇവന്റ് അല്ല, ഒരുപാട് ഇവന്റ്സ് കൊണ്ടേക്കുന്ന ഒരു സംഭവമാണ്. ജഗദീഷ് ചേട്ടൻ എനിക്ക് ഒരുപാട് നന്നായിട്ട് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. ജഗദീഷ് ചേട്ടൻ എങ്ങനെയാണ് ഇതിൽ ഭയങ്കര വെറൈറ്റി പിടിച്ചിട്ടാണോ ചെയ്തേക്കുന്നത്? നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഒരു ത്രില്ലേഴ്സിൽ നമ്മളിങ്ങനെ പോകെ നമ്മൾ എന്താ പറയാ, ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സിനിമയിലെ ക്യാരക്ടേഴ്സ് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആ അന്വേഷണത്തിന്റെ ഒപ്പം തന്നെ ഓഡിയൻസും ഒരു അന്വേഷണം നടത്തും. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കും, ഒരു ത്രില്ലർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിങ്ങനെ കണക്ട് ചെയ്യും, നമ്മളും അന്വേഷിച്ചുകൊണ്ടിരിക്കും. നമ്മളും പോലീസിന്റെ ബുദ്ധിയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു സെർച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഇയാളാണോ ഇതൊക്കെ ബ്രേക്ക് ചെയ്യുന്നതാണ് സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സിനിമയാണ് വിജയിക്കുന്നത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ ചിന്തിച്ചതാണ്. സിനിമ അത്ര ഒരു വിജയം കാണില്ല. അപ്പൊ ആൾക്കാർ പ്രഡിക്റ്റ് ചെയ്യാത്തൊരു സംഭവത്തിലേക്ക് എത്തുമ്പോൾ വിജയിക്കും. അപ്പോൾ ഇതെന്താന്നുള്ളത് തിയേറ്ററിലെ സിനിമ ഇറങ്ങുമ്പോൾ അറിയാം ആരാണെന്നൊക്കെ ഉള്ളതും എന്താണെന്നൊക്കെ ഉള്ളതും. സിജേട്ടൻ അധികം സംസാരിക്കില്ല എന്ന് കേട്ടിട്ട്. ഭയങ്കര കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണോ? അങ്ങനെയാണോ? അല്ല, ഞാൻ ഏതൊരു നടൻ പറയുന്ന കേട്ടതാ. നേരത്തെ റോണിച്ചേട്ടൻ പറഞ്ഞു ഞാനധികം സംസാരിക്കാത്ത ഒരാളാണെന്ന്. സിനിമയെ കുറിച്ച് എന്ത് പറഞ്ഞാലും അതിനെ കുറിച്ച് ഒന്നും ചോദിച്ചാൽ ഒന്നും പറയില്ല. എത്ര വർഷങ്ങൾ മുമ്പ് റീസെന്റ് റോണിച്ചേട്ടൻ നോക്കിയത് ഡിറ്റക്റ്റീവ്സിൽ. പക്ഷെ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ലല്ലോ. ഞാൻ സംസാരിച്ചിരുന്ന റോണിച്ചേട്ടൻ്റെ അടുത്തൊക്കെയാണ്.
അല്ല ഈ സിനിമ അല്ല എന്നാ ഈ സിനിമയെ റോണിച്ചേട്ടൻ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ റോണിച്ചേട്ടൻ കുറിച്ച് എന്തോ ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല എന്നാ പറഞ്ഞേട്ടോ. ഈ ഈ സിനിമയെ കുറിച്ച് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് റോണിച്ചേട്ടൻ ഇതുപോലെ അഭിലാഷെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിച്ചു എന്താണ് സബ്ജക്റ്റ് പരിപാടി എന്നൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു. അതിന് മുമ്പ് നമ്മൾ ഡിറ്റക്റ്റീവ് വിജിലൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അഭിലാഷ് എന്തായാലും ഒന്ന് സ്റ്റോറി കേൾക്കട്ടെ, ചേട്ടൻ ഒന്ന് കേട്ട് നോക്കിയിട്ട് പറയുന്നുള്ളത്. ഞാനത് ഓൾറെഡി അത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇത് കളയണ്ട, ത്രില്ല് കളയണ്ട. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് ഒരാൾ കേൾക്കുമ്പോൾ ആ ഒരു സസ്പെൻസും ആ സാധനവും ഒക്കെ അവർക്ക് വർക്കായ എന്നുള്ളതും കൂടി അറിയാമല്ലോ. അങ്ങനെയുള്ള നമ്മൾ സ്ക്രീൻ പ്ലേ എത്രത്തോളം വർക്കായി അല്ലെങ്കിൽ എത്രത്തോളം കണക്ട് ആയെന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയാറുന്നതാണ്. അതായിരിക്കും ചേട്ടൻ ഉദ്ദേശിച്ചത്. ഏറ്റവും കൂടുതൽ ഇതില് കോമ്പിനേഷൻ ഉള്ളത് ആരുമായിട്ട്? എല്ലാവരുമായിട്ട് കോമ്പിനേഷൻസ് ഉണ്ട്. അല്ല, എനിക്ക് കൂടുതൽ സിജു ഹസ്ബൻഡ് ആയതുകൊണ്ട് അല്ല, റോണി ചേട്ടനും അങ്ങനെ ഡോക്ടറാണല്ലോ. ഇറ്റ് വാസ് റിയലി നൈസ് ടു സീ ഹിം കം ഇൻ ഫ്ലോ. ഭയങ്കര ഫ്ലോയിലായിരുന്നു. കാരണം അതിന്റെ അറിവ് അത്രയും ഉണ്ട്. ഏതേത് മരുന്ന്, ഏത് കെമിക്കലിന്റെ പേരും കാര്യങ്ങളും ടെക്നിക്കലായിട്ട് ഭയങ്കര ഫ്ലോയിലാണ്. ശരിക്കും സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ എത്ര പേർക്കുണ്ട് ഇവിടെ? എനിക്കുണ്ട്. പക്ഷെ അതിനകത്ത് ഒറ്റൊരു വീഡിയോ ഉള്ളൂ എന്റെ യൂട്യൂബ് ചാനൽ. റഹ്മാൻ ബ്രദേഴ്സിന്റെ അത് വിൽസൺ പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷന്റെ യൂട്യൂബ് ചാനൽ. എന്റെ സ്വന്തമായിട്ടുള്ള ചാനലിൽ 19ാം നൂറ്റാണ്ടിന്റെ പ്രിപ്പറേഷന്റെ ഒരു വീഡിയോ ഒന്നുമില്ല. നമ്മൾക്ക് എന്താ പറയാ, യൂട്യൂബ് തുടങ്ങിയ കുറച്ചായപ്പോ തന്നെ യൂട്യൂബ് 19 വർഷം മുമ്പല്ലേ, അതില് ഡാൻസ് വീഡിയോ ഒക്കെ കണ്ട് നമ്മളിങ്ങനെ ത്രില്ലടിച്ച് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ട്രെഡ്മില്ലിൽ സിനിമയൊക്കെ മേലെ 16 years old. ട്രെഡ്മില്ലിൽ നടക്കുന്ന സമയത്ത് 16 years old. 16 years, My 16 channel, വർഷം മുമ്പ്. my YouTube channel. Oh, I didn't expect this. It's an old video. എൻ്റെ സ്വന്തം വീഡിയോ പോലും 1 million ആയിട്ടില്ല ഇതുവരെ ഇൻസ്റ്റയിൽ. പക്ഷേ there was another guy, sweet guy, who sort of did this video reaction. എന്തോ പഴയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചുമ്മാ ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് 7 million എത്തി. അത് ആ ഒരു സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് മീഡിയ ഫീൽഡ് തന്നെയാണ് പഠിച്ചതല്ലേ? ഞാൻ BA മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്തു മണിപ്പാൽ യൂണിവേഴ്സിറ്റി. ഞാൻ ദുബായിലാണ് പഠിച്ചത്. ഇവിടുത്തെ മണിപ്പാൽ തന്നെയാണ് അവിടുത്തെ ക്യാമ്പസും. പിന്നെ അത് കഴിഞ്ഞിട്ട് MBA ചെയ്തു. പിന്നെ അച്ഛൻ്റെ ബിസിനസ്സിൽ കുറച്ചുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ദുബായ് വിട്ട് ഞാൻ ഇവിടെ വന്നു 2020. അപ്പോൾ ട്രെഡ്മിൽ ഡാൻസ് ഒക്കെ എല്ലാരും കണ്ടതല്ലേ? അതല്ല എല്ലാ സ്ഥലത്തും പറഞ്ഞു മടുത്ത് കാണും. എന്നാലും എങ്ങനെയൊക്കെ സാധിക്കുന്നു? ഇപ്പഴങ്ങനെ പറ്റുമോ? അത് see, the thing is, you need to enjoy and do it. For me, cooking is a nightmare. But if I have to follow protocol, ഈ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയാണ്. അപ്പോൾ എനിക്ക് കിച്ചന് പറ്റില്ല. ബാക്കി ഏത് പണി വേണമെങ്കിൽ കുഴപ്പമില്ല. പാത്രം തേക്കണോ അല്ലെങ്കിൽ ഇത് ചെയ്യണോ അത് ചെയ്യണോ ക്ലീൻ ചെയ്യണോ, ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ബട്ട് ഫോർ സം പീപ്പിൾ കിച്ചൺ ഇസ് സംതിങ് ദാറ്റ് കംസ് വെരി നാച്ചുറൽ ഫോർ ദം. അപ്പം അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഞാനത് ഒരു പാർട്ടിയായിട്ട് കാണുന്നു. കാരണം ആ പാട്ട് എന്താ പറയുക, വളരെ ആഴത്തിൽ എവിടെയോ രജിസ്റ്റർ ആയിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന പാട്ടൊക്കെ വെറുതെ നമുക്ക് എന്താ പറയുക പാടാമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മൾ ചിലപ്പം കളിക്കും, അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് കളിക്കും. അത് നമ്മൾ ഒരു സ്ഥലത്ത് നടന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ എന്തോ ദൈവം സഹായിച്ച ഒരു അതൊരു വലിയ കാര്യം തന്നെ. നിങ്ങൾക്ക് ഡോസ് ടീമിന് എല്ലാവർക്കും കൂടി ഒന്ന് കളിച്ചൂടെ അതിൻ്റെ അകത്ത്? അല്ല ട്രെഡ്മിൽ മറ്റേ ട്യൂബൊക്കെ വെച്ചിട്ടേ അത് വെറൈറ്റി ആയിരിക്കും. ഡോസ് ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നേരെ ട്രെഡ്മിൽ ചെയ്തിട്ടുള്ളത്. ഡോസ് ഇറങ്ങുന്നതിന് മുമ്പേ ചെയ്തോ കേട്ടോ. അപ്പോഴത്തേന് നമുക്ക് ഒരു പ്രൊമോഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. പോരെ നടക്കാൻ തന്നെ പറ്റില്ല. ശരിക്കും യൂട്യൂബ് ചാനൽ ഇപ്പൊ ഒന്നും എന്താ ഇടാത്തത്? എന്താണ് ഞാനത് ഒരു ആവശ്യം വരുമ്പോൾ നമുക്കൊരു ആഗ്രഹം തോന്നുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും വീഡിയോ കാണുന്നവരുണ്ട്, കമന്റ്സ് ഒക്കെ അതിൽ കാണാം. അതെ. അപ്പോൾ ഉള്ള വീഡിയോസിന് ആദ്യം കവറേജ് കിട്ടട്ടെ.
ഇപ്പോഴും എല്ലാവരും ഭയങ്കര എന്താ പറയാ, നമ്മള് ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത്. പണ്ടേ നമ്മൾ ആ ചാനലൊക്കെ അല്ല, വേറൊന്നുമില്ല, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തന്നെ എല്ലാം സ്വന്തം ചെയ്യുന്നത്. നമുക്കൊരു ഗുരുവോ മെൻറ്ററോ അങ്ങനെ ആരുമില്ല, കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ വി ആർ ഐ തിങ്ക് എ ബ്ലെസ്ഡ് ജനറേഷൻ വേർ നമുക്ക് എന്തും അങ്ങോട്ട് ഇടാൻ പറ്റും. അത് അവിടെ യു വിൽ ബി ദെയർ ആസ് എ പാർട്ട് ഓഫ് ദ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ്. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ. അപ്പോൾ എവിടെയോ കിടക്കുന്ന ആൾ നമുക്ക് നമ്മുടെ പടങ്ങളും ഇതൊക്കെ കാണാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ ആ ഒരു സൗകര്യമുണ്ട്. അപ്പോൾ അത് ഞാൻ ആ സമയം തന്നെ വേറൊരു നിവൃത്തിയല്ലാതെ എങ്ങനെയെങ്കിലും ഞാൻ റീച്ച് ഔട്ട് ചെയ്യണം. ഇൻഡസ്ട്രിയിൽ ആരും അറിയില്ല, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയുടെ അടുത്ത് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖം എവിടെയെങ്കിലും വേണ്ടേ, എൻ്റെ അഭിനയം എവിടെയെങ്കിലും വേണ്ടേ. അപ്പം അങ്ങനെ നമുക്കറിയുന്ന പോലെ കാര്യങ്ങൾ എന്താ ചെയ്തിട്ട് അതൊന്ന് പോസ്റ്റ് ചെയ്താൽ പിന്നെ അത് ഗ്ലോബലായി. എവിടെ വേണമെങ്കിലും കാണാൻ പറ്റും, എന്ത് വേണമെങ്കിലും ഏത് സമയത്ത് എത്ര വേണമെങ്കിലും. വർഷം കഴിഞ്ഞാലും അവിടെ അത് അവിടെ തന്നെ ഇരിക്കും. ഞാനൊരു ഓം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോജക്റ്റ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു മ്യൂസിക് വീഡിയോ ആയിരുന്നു. ഷോർട്ട് ഫിലിം പോലത്തെ മ്യൂസിക് വീഡിയോ ആണ്. അതും 2020 ചെയ്തത്. 2020 വാസ് ലൈക്ക് എക്സ്പെരിമെൻറ്റേഷൻ. നമ്മളൊരു സിനിമ തുടങ്ങാൻ നിൽക്കുകയായിരുന്നു 2020. അപ്പോൾ അത് കുറച്ച് ഷെൽഫായി. ബട്ട് നമ്മളൊരു അത് വിടാതെ ആക്ച്വലി നമ്മളൊരു ചെറിയ പൈലറ്റ് ഫിലിം പോലത്തെ ഒരു സിനോപ്സിസ് ട്രെയിലർ അത് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ പക്ഷേ ഇതെന്താണ് പിക്കപ്പ് ആവാത്തത്, ഓണാവാത്തത് എന്നൊക്കെ നമ്മൾ അത് വിഷമിക്കാറുണ്ട്. പക്ഷെ അത് വളരെ ജെനുവിൻ ആയിരുന്നു, ദ വേ വി വാണ്ടഡ് ടു വർക്ക് ടുഗെദർ. കാരണം ഇയാളുടെ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഹി ഓൾസോ ഹാസ് ടോൾഡ് വെരി ഗുഡ് തിങ്സ് അബൌട്ട് മീ ഓൾവേസ്. ആൻഡ് ഈ പ്രോജക്റ്റിൽ പോലും പുള്ളിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. സോ ഈ ഒരു സൗഹൃദമുണ്ട്. ബട്ട് ഈ സൗഹൃദം ജസ്റ്റ് നോട്ട് ബിക്കോസ് he's related to me or we just want to be friends, or we have only one thing to benefit from each other. ഒരു കോമൺ ബെനിഫിറ്റ്, ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്. അങ്ങനെയാണ് ഏത് ആർട്ടിസ്റ്റിനും. ഇപ്പോൾ ഐ വിൽ ബി ടെലിംഗ് അബൌട്ട് ഹെർ അറ്റ് അതർ പ്ലേസസ്, ഐ വിൽ ബി ടെലിംഗ് അബൌട്ട് ഹെർ അറ്റ് മെനി പ്ലേസസ്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ് അല്ലേ. ഒരു യൂണിഫൈഡ് എഫേർട്ടും എനർജിയാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് മോട്ടിവേഷനേക്കാളും ഡീമോട്ടിവേഷന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റിയിരിക്കുന്നു. ഇതിൽ മോട്ടിവേഷൻ അന്വേഷിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അത് എങ്ങനെയെങ്കിലും അവിടെ കണ്ടെത്തി നമ്മളത് ട്രൈങ് ടു ടേക്ക് ഇറ്റ് ഫോർവേഡ്. ഈ സിനിമയില് അപ്പോ സിജേട്ടനാണോ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ അശ്വിൻ ചേട്ടനെ എടുക്കണമെന്ന്? അശ്വിൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ ചോദിച്ചു. അശ്വിൻ കുമാറിനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ എന്നെ എടുത്തു, എന്നെ എടുത്തോണ്ട് പോയി, എന്നെ തന്നെടുത്തു. ഇല്ല, ഇങ്ങനെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനാണ് അശ്വിൻ എങ്ങനെ ഉണ്ടാവും. കാരണം എല്ലാവർക്കും യൂണിഫോം അല്ലെങ്കിൽ ഒരു പോലീസ് ക്യാരക്ടർ വരുമ്പോൾ എല്ലാ ആക്ടേഴ്സും ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിരുന്നില്ല. അശ്വിൻ ഓൾറെഡി അത് പ്രൂവ് ചെയ്തേക്കുന്നതാണ്. അശ്വിൻ എന്താ പറയുക, വോയിസും ഇതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ തന്നെ അവിടെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അശ്വിനെ അപ്രോച്ച് ചെയ്തതും. അശ്വിൻ has done a wonderful job. അപ്പോൾ അത് അതെ, എല്ലാവരും പാട്ട് നല്ല ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ടു അബി. എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള എഫേർട്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക, എല്ലാ ക്യാരക്ടേഴ്സും നന്നായിട്ട് വരുമ്പോൾ ആ സിനിമ തന്നെയാണ് ഏറ്റവും ഭംഗിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സജഷൻ ഞാൻ പറഞ്ഞു. നമ്മൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നുള്ളത്. ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് മൊമെന്റ് വന്നപ്പോൾ അഭിലാഷ് അപ്പോൾ അഭിലാഷിന്റെ അടുത്ത് വന്നു. അഭിലാഷും പുള്ളി, ഞാനത് സജഷൻ പറയുമ്പോൾ തന്നെ അഭിലാഷ് പുള്ളി ഉഗ്രനാണ്, പുള്ളി മതി, ഓക്കെയാണ്. ഞാൻ അപ്പോൾ തൊട്ട് നമ്മൾ ആ വിഷ്വൽ സിനോപ്സിസ് ചെയ്യുന്ന ആ ടൈം തൊട്ട്, ആ സിനിമയ്ക്ക് വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ കോൺടാക്റ്റിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് കണക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കണക്ട് ചെയ്തു, കഥ കേട്ടു. വെറുതെ എടുക്കാമല്ലോ, ഇപ്പം ഇദ്ദേഹത്തിനും കഥ കേൾക്കണം, കഥ കേട്ടിട്ട് ഇയാൾക്ക് പറ്റിയ സിനിമയാണോ എന്നൊക്കെയുള്ള ഇയാൾക്കും തീരുമാനിക്കണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യണമെന്നില്ലല്ലോ. ഞാനത് തന്നെ പറഞ്ഞു, കേട്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട മാത്രം ചെയ്യാമെന്നുള്ള. എനിക്കൊരു അത്യാവശ്യം ഗ്യാരണ്ടി ഉണ്ട്. കാരണം സിജു അത്രത്തോളം കുറച്ച് QC ചെയ്തിട്ടാണ് കൺവിൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി ചെക്ക്, ഐ ട്രസ്റ്റ് ദാറ്റ് ക്വാളിറ്റി ചെക്ക് ഇൻ ഹിം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഐ നോ ദാറ്റ് അയാൾ പറയുമ്പോൾ എന്തായാലും ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ ഐ തിങ്ക് ഓൾ ഓഫ് us were very
യുനാനിമസ്ലി ഒരു കോമൺ ആയിട്ട് എല്ലാവരും ഒരേപോലെ കൺവിൻസ്ഡ് ആയി. പിന്നെ ചെന്നൈയിലാണ് വീട്, ജനിച്ചതും വളർന്നതും ഒക്കെ ദുബായിലാണ്. മലയാളം പഠിച്ചെടുക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അത് മലയാള സിനിമയോടാണല്ലേ കൂടുതൽ ഇഷ്ടം? എനിക്ക് അങ്ങനെ എന്നെ വളർത്തിയത് മലയാള സിനിമയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കേട്ടു പഠിച്ചതാണ്. അങ്ങനെ എനിക്ക് ഫാമിലി വൈസ് യാതൊരു ലിങ്കില്ല കേരളവുമായിട്ട്. പക്ഷെ എനിക്ക് ഭാഷകൾ പഠിക്കാൻ ഒരു മോഹമുണ്ട്. അറ്റ് ദ സെയിം ടൈം അറ്റ്ലീസ്റ്റ് ടു ദ മിനിമം നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത്രയും വളർത്തിയ ഇൻഡസ്ട്രിയിൽ ആ ഭാഷയെങ്കിലും മര്യാദയ്ക്ക് പറയണം എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വന്തം ഡബ്ബിങ് ചെയ്യാൻ വാശിയാണ് എനിക്ക്. അത് വോയിസിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ക്യാരക്ടറിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് അതിൻ്റെതായ ഒരു ജീവൻ കിട്ടുന്നത്. അല്ലെങ്കിൽ ഓക്കെ, അതൊരു വലിയ കാര്യം. അതുപോലെ തന്നെ മുംബൈയിലല്ലേ മലയാളം കേരളമായിട്ട് എന്താണ് നല്ലൊരു ഞാൻ ബേസിക്കലി ഒരു മലയാളിയാണ്, ജനിച്ചു വളർന്നത് അവിടെയാണ്. 4 generations we are settled in Mumbai. പക്ഷെ വീട്ടിൽ അച്ഛമ്മ, ഇറ്റ് വാസ് എ കൂട്ടുകുടുംബം. സോ അച്ഛമ്മ എന്നെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യത്തിന് മലയാളം അറിയാം. മുംബൈയിലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചാണ്, മുംബൈ മലയാളികൾ എല്ലാവരും തന്നെ അത്യാവശ്യം അവരുടെ ആയിക്കോട്ടെ ഫ്ലോഡല്ല, എല്ലാവരും മലയാളം അത്യാവശ്യം പഠിപ്പിക്കുന്നുണ്ട്, വീട്ടിൽ സംസാരിക്കുന്നുണ്ട്. എന്റെ ഫാമിലി മുംബൈയിൽ തന്നെയാണ്, അവിടെയും മലയാളം ശ്രുതിക്ക് നന്നായിട്ട് മലയാളം. അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇവരുടെയൊക്കെ വീട്ടിലെന്നല്ല അവരുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ മലയാളം ഒരു വീട്ടിൽ I think to preserve your culture also, the want to be rooted, to be like passing on, അതൊന്ന് ഒരു ഉണ്ടല്ലോ. സോ അപ്പം മലയാളം പഠിപ്പിച്ചിരുന്നു. ഞാൻ മലയാളം സിനിമ അഭിനയിക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഇവിടെ വരാൻ നേരത്തെ ഐ ഫീൽ ലൈക്ക് താങ്ക് യു, അച്ഛമ്മയോട് ഒരു 100 താങ്ക് യു പറഞ്ഞാലും കുറവാണ്. അവരന്ന് പഠിപ്പിച്ച കാരണം ഇന്ന് ഐ ക്യാൻ റീഡ് ആൻഡ് റൈറ്റ് ഇൻ മലയാളം. പലർക്കും പറയാൻ അറിയാം, പക്ഷെ എഴുതാൻ അറിയുന്നുണ്ടാവില്ല. എഴുതാനോ അവിടെ ഇത്തിരി ഫോഴ്സ്ഫുള്ളി ആയിരുന്നു ആദ്യമൊക്കെ. എന്തിനാ ഞാൻ ഇത് പഠിക്കണമെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ബട്ട് നൗ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ. ഇപ്പോഴാണ് ഇതിന്റെ ഗുണം വന്നത്. തീർച്ചയായിട്ടും ആഫ്റ്റർ സോ മെനി ഇയേഴ്സ്. ബോളിവുഡിലൊക്കെ പോകാൻ ആഗ്രഹമുണ്ടോ? ഹോളിവുഡ് ഉണ്ട്. ആൻഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് മേ ബി ദിസ് ഇയർ ഐ വിൽ. ആണോ? യെസ്. ഓക്കെ, അതും നമ്മൾ കാണാൻ വെയിറ്റിംഗ് അല്ലേ? എന്താണ് ഈ കഥാപാത്രം നേരത്തെ പറഞ്ഞു, അതിൽ ശരിക്കും എന്താണ് ചെയ്യാൻ കൂടുതലായിട്ടുണ്ടോ? അത് എങ്ങനെയാണ് ചെയ്യാൻ, പെർഫോം ചെയ്യാൻ അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ചൂസ് ചെയ്തത്. ഇപ്പോൾ അഭിലാഷേട്ടൻ സ്റ്റോറി പറഞ്ഞപ്പോഴായാലും സ്റ്റോറി ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. പ്ലോട്ടാണ് ഇതിൻ്റെ മെയിൻ ഹീറോ എന്ന് ഞാൻ പറയാം. സോ ഇറ്റ്സ് നൈസ്. ഇൻസ്പയർ ചെയ്ത് ഏതെങ്കിലും ത്രില്ലർ മൂവി ഉണ്ടോ? ഇല്ല, ഞാൻ അരുന്ധതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ബാക്ക് സ്റ്റോറി ചോദിച്ചു അഭിലാഷേട്ടൻ്റെ അടുത്ത്. അഭിലാഷേട്ടനാണെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു, ക്ലാരിറ്റിയുള്ളൊരു ഡയറക്ടറായിരുന്നു. അപ്പോൾ അതെന്നെ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്തു. അതായത് ഇന്ന സിറ്റുവേഷനിൽ എന്തുകൊണ്ടാണ് വൈ ഷി ബിഹേവിങ് ലൈക്ക് ദിസ് ലൈക്ക് ദാറ്റ് എന്നുള്ള ആ ഒരു ഇതിനെ ഹി ഹെൽപ് മീ, ഹി ഗൈഡഡ് മീ ത്രൂ ദ റൈറ്റ് വേ എന്ന് പറയാം. പിന്നെ വിനയൻ സാർ അത് ഇനിയും ഒരു പടം ചെയ്യുന്നുണ്ട്. അത് ചേട്ടനെ വെച്ചുകൊണ്ട് തന്നെ വലിയൊരു മാസ് പടമായിരിക്കും. അത് മലയാളത്തിലൊരു ആക്ഷൻ ഹീറോ ആയി ചേട്ടൻ വരാൻ വേണ്ടിയുള്ള ഒരു പടമായിരിക്കും എന്നാ പറഞ്ഞേക്കുന്നത്. എൻ്റെ പ്ലാൻ ഉണ്ട്. സാറ് സ്ക്രീൻ പ്ലേ ഒക്കെ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് എഴുത്ത് പരിപാടികളിലാണ്. അതും ഓൾമോസ്റ്റ് ഒരു 8 to 9 ഫൈറ്റ്സ് ഉള്ള മൂവിയാണ്. ഗ്രാൻഡ്യൂർ പരിപാടി കിട്ടുന്ന തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. കായട് ജോഹറിന്റെ കൂടെയുള്ള ഇപ്പൊ ഈ പള്ളിച്ചട്ടമ്പിലൊക്കെ വരാൻ വൈബ് എങ്ങനെയായിരുന്നു? ഞാൻ ഭയങ്കര രസം. എനിക്ക് ഭയങ്കര ടാലന്റഡ് ആൻഡ് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആക്ട്രസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കയതുവിനെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ കളരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ഓപ്ഷൻസ് ഇങ്ങനെ നങ്ങേലിയുടെ ഇത് പറയുന്നുണ്ട്, പല ഓപ്ഷൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവർ ഫിക്സ് ചെയ്തു. അപ്പോൾ ഫിക്സ് ചെയ്തിട്ട് തന്നെ വിഷ്ണു സാറിൻ്റെ മകൻ ഫോട്ടോ കാണിച്ചിരുന്നു. ഫോട്ടോ കാണിച്ചപ്പോൾ ഞാൻ നങ്ങേലി ഇതെങ്ങനെ ശരിയാവുന്നുള്ളൂ, ഭയങ്കര ഭംഗിയാണല്ലോ കാണാനായിട്ട്, ഇതെങ്ങനെ ശരിയാവും എന്നുള്ളൊരു സംഭവത്തിലിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്യാരക്ടർ ലുക്കും പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നങ്ങേലിയായിട്ട് ഫീൽ ചെയ്തത്. അപ്പോൾ ഞാൻ കളരി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 1 month കഴിഞ്ഞ സമയത്താണ് കയാത് വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം രാവിലെ ചെല്ലുമ്പോൾ കയാത് ഉണ്ട് അവിടെ. ഞാൻ നോക്കുമ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ട് എന്നെ പോലെ തന്നെ അവിടെ നിന്ന് കളരി പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമാത്രമല്ല, ആ സമയത്ത് ഈ പുള്ളിക്കാരത്തി ചെറായി ബീച്ചിൽ കൊണ്ടുപോയി വെയിൽ കൊള്ളിക്കാനായിട്ട് പുള്ളിക്കാരത്തിനെ
അവിടെ കിടത്തുമായിരുന്നു. കാരണം നിറം ടാൻ ആവണം. ആ, ആ. നങ്ങേലി ഒരു ടാൻ ഇതാണല്ലോ, അപ്പോൾ ടാൻ ആവാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നു, മലയാളം പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണുള്ളൂ അതിൻ്റെ എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നു. ഇപ്പോൾ ഒരു നോൺ മലയാളി ആയിട്ടുള്ള ആൾ പഠിക്കാൻ വേണ്ടി ലിപ്സിങ് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് പഠിക്കുകയും കാര്യങ്ങളും, അത് പെർഫോമൻസും ഉഗ്രനായിട്ടാണ് അതിനകത്ത് ചെയ്യുന്നത്. ക്ലൈമാക്സ് സീക്വൻസ് ലൈക്ക് അത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അത് കണ്ടിട്ടില്ല, ഞാൻ തിയേറ്ററിലാണ് കാണുന്നത്. തിയേറ്ററിൽ എനിക്ക് കണ്ണ് നിറഞ്ഞൊരു സീക്വൻസാണ്. അപ്പോൾ നല്ല ഉഗ്രൻ പെർഫോമറാണ് അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റാണെന്ന് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കയാതിന്. ആദ്യമായി വന്നത് സിജിച്ചേട്ടന്റെ നായികയായിട്ടാണ് അല്ലല്ല, മലയാളത്തിൽ ആദ്യമായിട്ടാണ്. ആദ്യം ചെയ്തത് എനിക്ക് തോന്നുന്നു മറാത്തി മൂവിയാണ്. മറാഠി മൂവിയാണ്. അല്ല, മലയാളത്തിലാണ് ഞാൻ മലയാളത്തിൽ ആദ്യമായിട്ട്. പക്ഷെ എന്റെ നായികയല്ല, എന്നാലും അതിൽ സിജിച്ചേട്ടൻ സെന്തിലിൻ്റെതായിരുന്നു. വേഷത്തിൽ അതെ ഈ അതെ, ഒരു മൂവിയിൽ അതിൽ പ്രധാന വേഷം ചെയ്തായിരുന്നു, നങ്ങേലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ഇത് എന്തായിരുന്നു, ഡ്രാഗൺ ഹിറ്റായതോടുകൂടി ഒരു നാഷണൽ ക്രഷായിട്ട് മാറിയല്ലോ. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിലേക്ക് വരുന്നു. അപ്പോൾ ഹാപ്പി ഫോർ ഹർ. അന്നേ ഭയങ്കര വിഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടെ എത്തണം എന്നുള്ളത് ഭയങ്കരമായിട്ട് എന്താ പറയുക, ആ ഡ്രീമും അത് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു കയാതു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുണ്ട്. ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ഹർ. അശ്വിൻ ചേട്ടാ, ഒരു കാര്യം ഞാൻ ചോദിക്കണം, ഒരുപാട് പേർക്ക് നടന്മാർക്കായാലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരാളാണ്. അതിൽ ഞാൻ എന്താ പറയാ, ഒരു എന്താ പറയാ, അത്രയും നമുക്കൊരു ഭയങ്കര ഒരു, ഞാൻ അത്രയും ഒരു ആരാധനയോട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, മുഖത്ത് ഇങ്ങനെ ഒരു നായകനാവാൻ വേണ്ടി ഒരു 12-13 സർജറികളോളം മുഖത്ത് ചെയ്തിട്ടുണ്ട് ഇന്ന് നിൽക്കുന്ന ഒരാളായിട്ട് മാറാനായിട്ട്. ഇത്രയും വേദനകളിലൂടെയൊക്കെ കടന്നു വന്നു. ഇപ്പൊ എന്ത് തോന്നി ഈ ഡോസ് വരെ എത്തി നിൽക്കുമ്പോൾ ആ ഒരു ജേണി? ഭയങ്കര മിറാക്കുലസ് ആണ്. ജസ്റ്റ് ബീയിങ് ഗ്രേറ്റ്ഫുൾ ഇസ്, ദാറ്റ്സ് ഓൾ ഐ കൻ സേ. ടു മെനി തിങ്സ് ടു സേ. പിന്നെ ഈ വേദിയിൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു കഥ അങ്ങനെ നീണ്ടി പോകണ്ട. പക്ഷെ ഐ എം ജസ്റ്റ് ഗ്രേറ്റ്ഫുൾ. കാരണം ഞാൻ അത് അച്ഛനമ്മയുടെ അടുത്തും ഡോക്ടേഴ്സിൻ്റെ അടുത്തും സർജൻസിൻ്റെ അടുത്തും. സോ ദാറ്റ്സ് വൈ ഈവൻ ദിസ് ഇസ് ആക്ച്വലി ഈവൻ വെരി വെരി റിലേറ്റബിൾ ടു മീ. അതായത് ഈ ഒരു കഥ സംഭവിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പകുതി ജീവിതം ഹോസ്പിറ്റലിലാണ്. സോ മൈ ഫസ്റ്റ് സർജറി വാസ് ഫ്രം 3 months ആൻഡ് ദ നെക്സ്റ്റ് സർജറി വാസ് 6 months. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ എനിക്ക് വെക്കേഷനേ ഇല്ല. ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ടോ. കാരണം അവർ ചെയ്യുന്നതെല്ലാം ഭയങ്കര മേജർ പരിപാടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ മൈനർ പ്രൊസീജിയർ നടക്കും, പിന്നെ വീണ്ടും ഒരു മൈ ലാസ്റ്റ് സർജറി വാസ് 2006. ഒരു 6.5 മണിക്കൂർ സർജറി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ബ്യൂട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കോസ്മെറ്റിക് രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇതുവരെ തൊട്ടിട്ടില്ല. പക്ഷെ ആവശ്യമുള്ള ഈ അത്യാവശ്യം എന്താണ് ആവശ്യമുള്ളത്, അതായത് ഉള്ളിലുള്ള സ്ട്രക്ചർ. ബിക്കോസ് ഐ വാസ് നോട്ട് ബോൺ വിത്ത് അപ്പർ ലിപ്പ്. മേളത്ത് ചൂണ്ടില്ല, മേളത്ത് ഈ ഗമ്മും പാലറ്റില്ല, മേളത്ത് ചൂണ്ടിൻ്റെ ഈ തൊലി മൂക്കുമായിട്ട് ഇങ്ങനെ ചുരുണ്ടിരുന്നു. അപ്പോൾ അതങ്ങനെ കുറെ സൗന്തോമ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു കാറ്റഗറി ഓഫ് ഇതിലാണ്, ഡിഫോമിറ്റിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ചാലഞ്ചിങ് ആൻഡ് ഐ ഡിഡ് നോട്ട് ഹാവ് എ പ്രോപ്പർ, എന്താ പറയുക, സ്പീച്ച് കുറച്ച് പ്രശ്നമായിരുന്നു ചെറുപ്പത്തിൽ. എന്നിട്ട് ഇന്ന് ഞാനൊരു മൾട്ടി ലിംഗ്വിസ്റ്റിക് മൾട്ടി വോയിസ് ആർട്ടിസ്റ്റ് എന്ന്. ഐ ഡോണ്ട് നോ ഹൗ ദിസ് ഇസ് ഹാപ്പനിങ്. ഐ റിയലി ഡോണ്ട് നോ ഹൗ ദിസ് ഇസ് അറിയില്ല. അത് ദാറ്റ്സ് വൈ ഐ മീൻ, ഇത് എൻ്റെ കൈയും കാലും പോലും പോലെ എൻ്റെ കൂടെ ജനിച്ച ഒരു കാര്യമാണ്. അപ്പോൾ ഐ ക്യാൻ നെവർ ഹാവ് head weight about my talent. That's not mine. അതെല്ലാവരുടെ സൗണ്ട് അനുകരിക്കും. കമലഹാസൻ സാറുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ്, അത്രയും ഇഷ്ടമാണ്, അത്രയും ആരാധനയാണ്. അപ്പം ഇപ്പോഴും ആ സാറുമായിട്ട് കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? അല്ല, അങ്ങനെ സാറുമായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ സ്പെഷ്യലാണ്. കാരണം ആ സംഭവം സംഭവിക്കുമ്പോഴോ ഒരു മൊമെന്റ് സംഭവിക്കുമ്പോൾ ഉള്ള പുള്ളി കാണിക്കുന്ന ആ ഒരു ലവും ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഫ്ലാബഗാസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഈസ് സ്പെഷ്യൽ. ഐഡ് ലൈക്ക് ടു വർക്ക് അണ്ടർ ഹിം ഓർ വിത്ത് ഹിം ഇൻ എ വെരി ജെന്വിൻ വേ. ഇപ്പോൾ ശിവകാർത്തികേയൻ സർ എത്തിയല്ലോ അവിടെ, അണ്ണൻ എത്തി അവിടെ. അപ്പോൾ അണ്ണന് ആദ്യം തന്നെ കമൽ സാർ ഒന്നും എടുക്കില്ലല്ലോ അമറിൽ. എന്തൊക്കെയാണ് ഫേസ് ചെയ്ത് അമറിൽ വരെ എത്താൻ.
അപ്പോൾ അത് ആ ഒരു കാര്യത്തിലാണ് ഞാനും ആ ഒരു ഐ ജസ്റ്റ് വോണ്ട് ടു ഹാവ് എ ടെസ്റ്റിമോണി ഓഫ് മൈ ഓൺ. ഐ ജസ്റ്റ് വോണ്ട് ഹാവ് എ ബോഡി ഓഫ് വർക്ക് ഓഫ് മൈ ഓൺ. ഒരു നമ്മുടെ വർക്ക് കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഒരു ബഹുമാനം തോന്നണം. അപ്പോൾ ഈ ഒരു ഇതുപോലത്തെ ഒരു സിനിമയും ക്യാരക്ടേഴ്സാണ് സെലക്ട് ചെയ്ത് അതിൽ എത്രമാത്രമാണ് നമ്മൾ പെർഫോം ചെയ്തത്, എത്ര കമ്മിറ്റഡ് ആയിട്ട് നമ്മളത് ഫുൾഫിൽ ചെയ്തു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എൻ്റെ പ്രാന്തിന്റെ ഒരു രക്ഷയില്ല. അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് പോട്ടെ. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി. ഈ വരയൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവി ആയിട്ട്. അതിലെ അച്ഛനോട് നമുക്ക് ആരാധനയും പ്രണയവും ഒക്കെ തോന്നും. ഇങ്ങനെയുള്ള അച്ഛന്മാരെ എന്ത് അങ്ങനെയുള്ള ഒരുപാട് അച്ഛന്മാരുണ്ട്. ക്ലൈമാക്സ് ഒക്കെ എന്ത് രസമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും കാണുന്ന ഒരു സിനിമയാണ് അത്. ഒരുപാട് വട്ടം കണ്ടത്. എന്താണ് വരനെ പറ്റി ഒരു എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയതാണല്ലോ. അതെ. അതിലെ ഒരു എബിച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക്, ഞാൻ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ചത്. അപ്പോൾ ചെറുപ്പം മുതലേ ബൈബിൾ, പള്ളി, ജീസസ് ക്രൈസ്റ്റ് അങ്ങനത്തെ കഥകളും ഇതൊക്കെ കേട്ടിട്ടാണ് വളർന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ജീസസ് ആയിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു അച്ഛനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഹ്യൂമാനിറ്റി കീപ്പ് ചെയ്യുന്നൊരു ഫാദറാണ് അതിനകത്ത്. ആ സിനിമ പറയുന്നതും അല്ലെങ്കിൽ സിനിമ പറയുന്ന മെസ്സേജ് തന്നെയാണ്. നമ്മൾ ഹ്യൂമാനിറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മനുഷ്യനായിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിൽ കാര്യമില്ല എന്നുള്ളതാണ് ആ സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പം അത് എനിക്ക്, ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചുകൊണ്ടും അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ജീവിതം നമ്മൾ കേട്ടറിഞ്ഞ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹവും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, മനുഷ്യനായിട്ടാണ് ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനിറ്റി ഒക്കെ പിന്നീടാണ് ഉണ്ടായത്. അപ്പോൾ മനുഷ്യനായിട്ട് കണ്ട് എല്ലാവരോടും ഒരേപോലെ പെരുമാറിയിരുന്ന ആളാണ്. അപ്പം അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ പോലെയാണ് എനിക്ക് അതിൽ എബിച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഫീൽ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ആ സിനിമ ഞാൻ ചെയ്തതും. അത് എഴുതിയത് ഒരു കപ്പുച്ചൻ ഫാദറാണ്, ഫാദർ ഡാനി കപ്പുച്ചൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയ ക്യാരക്ടർ അപ്പൊ ലാസ്റ്റ് ഡോസ് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കമൽഹാസൻ സാറിന്റെ സൗണ്ടിൽ ഒന്ന് പറയാമോ? ഡോസ് കാണാൻ ഉലക നായകന്റെ ശബ്ദത്തിൽ ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും പേരൊന്ന് മെൻഷൻ ചെയ്തോ? Those coming in your theaters very soon. Get your dose. താങ്ക് യു. അപ്പൊ പ്രേക്ഷകരോട് ലാസ്റ്റ് ഒന്ന് പറഞ്ഞേക്ക് സിനിമ കാണാൻ. അല്ല, പ്രേക്ഷകരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ എല്ലാ സിനിമയും ഓരോ ശ്രമങ്ങളാണ്. അതിലൂടെ ഇപ്പോൾ ഇതിൻ്റെ സംവിധായകൻ പുതിയ ആളാണ്, അഭിലാഷ് നായരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണുവാണ്. 1-2 സിനിമകളാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള ഷാൻഡോ, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ വിശേഷം എന്ന് പറയുന്ന സിനിമ ആണ് ഇതിനു മുമ്പ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സിനിമയാണ്. പിന്നെ ഈ പറയുന്ന ഓരോ സിനിമ ഗോപിസുന്ദറാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ ഓരോ സിനിമയും ഓരോ പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് തിയേറ്ററിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് വിജയിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് അതിൻ്റെ ക്രൂവും അതിൻ്റെ കാസ്റ്റും ഇവർക്കൊക്കെയാണ് ഗുണം കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് വിലയിരുത്തിയിട്ട് ഞങ്ങളുടെ ശ്രമങ്ങൾ നന്നായോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്നുള്ളത് നിങ്ങൾ ഫീഡ്ബാക്ക് നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ട് അറിയിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഞാനും ഈ പറയുന്ന പോലെ കുറച്ച് സിനിമകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലാസ്റ്റ് ഇയർ ഒരു സിനിമ ഇറങ്ങിയിട്ടുള്ളൂ, ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന് പറഞ്ഞ സിനിമ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോസാണ് ഇറങ്ങുന്നത്. ഞാനും അമീർ ഖാനൊക്കെ അങ്ങനെയാണ്. അല്ലാതെ പടം വരാണ്ടല്ല, അങ്ങനെയല്ല, സെലക്റ്റീവാണ്. പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ നല്ല സിനിമകൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓഡിയൻസിനും കൂടി വർക്കാവുന്ന രീതിയിൽ, ഇപ്പം എനിക്കും വർക്കാവുന്ന, എനിക്കും എക്സൈറ്റ്മെന്റ് തോന്നുന്ന സിനിമകൾ ചെയ്യണം എന്നാണ്. സിനിമ എങ്ങനെ വർക്കാവും നമുക്കൊരു പ്രതീക്ഷ, അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സംതൃപ്തി തോന്നണം ആസ് എൻ ആർട്ടിസ്റ്റ്. അത് നമ്മൾ 100% ഗിവ് ചെയ്യുക, ബി എ ഗിവർ. ഓക്കെ, അപ്പം ഡോസ് കാണാനുള്ള പ്രേക്ഷകരോട് 2 പേരും കൂടി പറഞ്ഞിട്ട് Please come and watch Dose in theaters near you. സിമ്പിൾ ആണ്. സെയിം അതന്നെ, പടം എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് അഭിപ്രായം നമ്മൾ അറിയിക്കണം. കൂടുതലും സിനിമ കണ്ടിട്ട് നമ്മൾ അഭിപ്രായം പറയുന്നതായിരിക്കും. ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തൊരു സിനിമ. ഡോസിനെ കുറിച്ച് സെക്കൻഡ് ഒപ്പീനിയൻ ആവശ്യം വരില്ല. ഒപ്പീനിയൻ മതി അല്ലേ? ഫസ്റ്റ് ഒപ്പീനിയൻ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു. Thanks a lot.